ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, നിന്റെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. അതിനാണ് ജീവന്റെ ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവയെ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകം എന്തെല്ലാം പറയുന്നു, അതെല്ലാം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒപ്പം ജീവിതത്തിൽ പകർത്തുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നാം ചിന്തിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് മാത്രമല്ല, പഴയ നിയമത്തിൽ പറയുന്ന ആ വചനത്തിൻ്റെ പുതിയ നിയമത്തിലുള്ള അർത്ഥതലങ്ങൾ കൂടി നാം മനസ്സിലാക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ മഹാനായ സോളമൻ, അദ്ദേഹം വലിയ ദേവാലയം നിർമ്മിച്ചതായിട്ട് നമുക്കറിയാം. അദ്ദേഹം നിർമ്മിച്ച ദേവാലയമാണല്ലോ ജെറുസലേം ദേവാലയം. ആ ദേവാലയത്തിൻ്റെ ഏറ്റവും മുൻവശത്തായി അദ്ദേഹം ഒരു മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കിയതായിട്ട് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാം വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അധ്യായം 7 വാക്യം 23. അവിടെ നാം ഇങ്ങനെ വായിക്കും: ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിൽ ഒരു ജലസംഭരണി ഉണ്ടാക്കി. ഉരുക്കിയ ലോഹം കൊണ്ട് വലിയൊരു ജലസംഭരണി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ആ വാട്ടർ ടാങ്കിനെ കുറിച്ചാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ 25-ാം വാക്യം എത്തുമ്പോൾ ആ വലിയ വൃത്താകൃതിയിൽ ഉണ്ടാക്കിയ ജലസംഭരണി 12 കാളകളുടെ പുറത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. ആ 12 കാളകൾ ഇരിക്കുന്നത് 3 വടക്കോട്ടും അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും അവ തിരിഞ്ഞു നിന്നു എന്നും ആ 12 കാളകളുടെ പുറത്തായിട്ടാണ് വലിയ വൃത്താകൃതിയിലുള്ള ഈ ജലസംഭരണി ഉണ്ടാക്കി വെച്ചതെന്ന് ദൈവവചനം പറയുന്നു. ഞാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ല ചിത്രം പതിയട്ടെ. നമ്മുടെ എല്ലാം ദേവാലയത്തിൻ്റെ മുമ്പിലൊക്കെ ഒരുപക്ഷെ ചില ഗ്രോട്ടോകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും, നമുക്ക് കാണാറുണ്ട്. അവിടെയൊക്കെ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ വേദപുസ്തകത്തിൽ മഹാനായ സോളമൻ ഉണ്ടാക്കിയ ജെറുസലേം ദേവാലയത്തിൻ്റെ മുൻപിൽ ഗ്രോട്ടോയല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, 12 കാളകൾ. ആ 12 കാളകളെയാണ് 3 വീതം കാളകൾ, അവ ഓരോ ദിക്കിലേക്കും തിരിഞ്ഞു നിൽക്കുന്നു. 3 കാളകൾ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ 3 കാളകൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, 3 കാളകൾ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, 3 കാളകൾ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും 4 ദിക്കുകളിലേക്കും തിരിഞ്ഞു നിൽക്കുന്ന ആ കാളകളുടെ മുകളിലായിട്ട് വലിയ വൃത്താകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് മഹാനായ സോളമൻ. പ്രിയപ്പെട്ടവർ, എന്താണെന്നോ സംഭവം? ദേവാലയത്തിൽ പുരോഹിതന്മാർ കയറി വരുമ്പോൾ മുൻവശത്തുള്ള ആ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം, ആ ടാങ്കിൽ നിറച്ച് വെള്ളമാണ്. ആ വെള്ളം ഈ കാളകളുടെ വയറ്റിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാളകളുടെ വയറ്റിൽ ഈ വെള്ളം നിറയുമ്പോൾ ആ വെള്ളം ഈ കാളയുടെ വായിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ പുരോഹിതന്മാർ ദേവാലയത്തിൽ വരുമ്പോൾ ഈ കാളയുടെ വായിലൂടെ ഒഴുകുന്ന ഈ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം അവർ കൈയും കാലുമൊക്കെ കഴുകാനായിട്ട് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ആ വെള്ളം അവർ ഉപയോഗിക്കും. അതാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൻ്റെ 23 അതുപോലെ തന്നെ 25 വാക്യങ്ങൾ പറയുന്നു. നിങ്ങൾ ആ വേദപുസ്തകത്തിൽ ആ വാക്യമെടുത്ത് പിന്നീടെങ്കിലും വായിച്ചു നോക്കണമേ. മനോഹരമായൊരു ചിത്രം. ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരൊക്കെ അതിലൊന്ന് പരതിയാൽ ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. 12 കാളകളുടെ മുകളിൽ വലിയ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ മനസ്സിലപ്പോൾ ഒരു ചിത്രം പതിയും. ആ ചിത്രം നല്ലതാണ്. എന്താ കാര്യം? ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് വെള്ളം എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് വെള്ളം. വെള്ളം ശുദ്ധീകരണത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ വെള്ളം കാളകളുടെ വയറ്റിലുള്ള വെള്ളമാണ്. ടാങ്കിലുള്ള വെള്ളം കാളകളുടെ വയറ്റിലേക്ക് വരുന്നു. ആ വയറിൽ നിന്ന് കാളകളുടെ വായിലൂടെ പുറത്തേക്ക് വരുന്നു. അതാണ് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 12 കാളകൾ ആരെ സൂചിപ്പിക്കുന്നോ? ഈ 12 കാളകൾ 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു. ഈ 12 അപ്പോസ്തലന്മാരും സാധാരണക്കാരായ മനുഷ്യരെ കർത്താവ് തെരഞ്ഞെടുത്തു. അവരെ തെരഞ്ഞെടുത്ത് യേശു അവരോട് കൂടെ നടന്നു. അവർ 2-3 വർഷക്കാലം സുവിശേഷം അവരെ മനസ്സിലാക്കി കൊടുത്തു. മാത്രം പോരാ, യേശുവിൻ്റെ കുരിശുമരണത്തിനും ഉദ്ധാനത്തിന് ശേഷം പരിശുദ്ധാരൂപിയുടെ നിറവ് അവർക്കുണ്ടായി. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി ഈ സത്യം അവർ പ്രഘോഷിച്ചു
ശുശ്രൂഷിച്ചു. അതിനുവേണ്ടി അവർ ജീവൻ വെടിയാൻ രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഈ 12 കാളകൾ 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു. ഈ ജീവജലം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. അത് അവരുടെ ഉള്ളിൽ നിറഞ്ഞിട്ടാണ് അവർ ലോകം മുഴുവനിലേക്കും സുവിശേഷമായിട്ട് പോയത്. നമുക്ക് ചിന്തിക്കണം. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറയുന്ന ഈ വാക്യത്തിൽ പുതിയ നിയമത്തിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ ഇത് യേശു എവിടെയാണ് പറയുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 37, 38, 39 വാക്യങ്ങളാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ വാക്യം തുടങ്ങുന്നത്. വേദപുസ്തകത്തിൽ ധാരാളം തിരുനാളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ അവിടെ 7 തിരുനാളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പെരുന്നാളാണ്, അല്ലെങ്കിൽ തിരുനാളാണ് കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ നമ്മുടെ ബൈബിളിൽ കൂടാര തിരുനാൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ കൂടാര തിരുനാളിൻ്റെ, അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 7-ന്റെ 37-ാം വാക്യം. പിന്നെ തിരുനാളിൻ്റെ മഹാദിനത്തിൽ, തിരുനാളിൻ്റെ മഹാദിനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? 7 ദിവസമാണ് കൂടാരപ്പെരുന്നാൾ. അതിൻ്റെ അവസാനത്തെ ദിവസം സാബത്ത് ദിവസമാണ്. സാബത്തും കൂടിയായിപ്പോൾ അത് മഹാദിനമായി മാറി. അതാണ് കൂടാരപ്പെരുന്നാളിൻ്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ തിരുനാളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. മഹാപുരോഹിതൻ സ്വർണ്ണക്കുടത്തിൽ സിലോഹാ കുളത്തിൽ പോയി വെള്ളമെടുക്കും. എന്നിട്ടോ ആ വെള്ളം തോളിൽ വെച്ചിട്ട് നടക്കും. എവിടേക്കാണ്? ജെറുസലേം ദേവാലയത്തിലേക്ക്. ജെറുസലേം ദേവാലയത്തിന് മുൻവശത്തുള്ള യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിക്കും. അവിടുന്ന് ഈ സ്വർണ്ണക്കുടത്തിൽ വെള്ളമെടുത്ത് മഹാപുരോഹിതൻ വരുമ്പോൾ അവരുടെ പുറകെ, അദ്ദേഹത്തിൻ്റെ പുറകെ ഗോത്രങ്ങളായിട്ട് ഓരോ ഗോത്രങ്ങൾ, യൂദാ ഗോത്രം, ശിമിയോൻ ഗോത്രം, ഗാദ് ഗോത്രം, സെബുലൂൺ ഗോത്രം, ഇങ്ങനെ ഓരോ നഫ്താലി ഗോത്രം, ഇങ്ങനെ ഗോത്രത്തിലെ ഓരോ പുരുഷന്മാർ വരിവരിയായിട്ട് അങ്ങനെ വരും. എത്ര മനോഹരമായ കാഴ്ചയാണ്! ആ കാഴ്ച കണ്ടിട്ടാണ് 133-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സഹോദരരെ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദമാണ്. ഇത് ഈ മനോഹരമായ കാഴ്ച ഒന്ന് ഓർത്ത് നോക്കണം. മഹാപുരോഹിതൻ സ്വർണ്ണക്കുടത്തിൽ വെള്ളമായിട്ട് ഇങ്ങനെ മുമ്പേ പോകുന്നു, പുറകിൽ ഇങ്ങനെ ഓരോ ഗോത്രങ്ങളായിട്ട് പോകുന്നു, ഒരുവരായിട്ട് പോകുന്നത് ഭാവനയിൽ കണ്ടിട്ട് ദാവീദ് എഴുതി വെച്ചിരിക്കുകയാണ്, സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി കഴുത്തിൻ്റെ അങ്കിപ്പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ കൂടാരപ്പെരുന്നാളിൻ്റെ മനോഹരമായ പശ്ചാത്തലമാണ് പറയുന്നത്. 133-ാം സങ്കീർത്തനം വായിക്കണം, ധ്യാനിക്കണം. 2-3 വാക്യങ്ങളല്ലേ ഉള്ളൂ, മനഃപ്പാഠമാക്കി വയ്ക്കണം. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. സഹോദരങ്ങൾ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നിടത്തെ. അപ്പോൾ നമുക്ക് സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. ഈശോ പറഞ്ഞു, യോഹന്നാൻ 7-ന്റെ 37-38 വാക്യങ്ങളിൽ ഈശോ പറഞ്ഞു. എന്താണ് ഈശോ പറഞ്ഞതെന്ന് ഓർത്തിരിക്കണമേ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉദ്ധാനം ചെയ്യാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയില്ല. അപ്പം അതുകൊണ്ട് ക്രൂശ് മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം പെന്തക്കോസ്താക്കി അവൻ്റെ ആത്മാവ് സ്വർഗത്തിലെ നദി ഒഴുകിയെന്നാണ് ഈ സൂചിപ്പിക്കുന്നത്. അവിടെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാറുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടു, രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 23-25 വാക്യത്തിൽ കണ്ടില്ലേ? ജെറുസലേം ദേവാലയത്തിന് മുൻവശത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 12 കാളകളും അതിന് പുറത്തിരുന്ന വലിയ ജലസംഭരണയും അതിൽ നിറഞ്ഞിരുന്ന വെള്ളം ഈ കാളയുടെ വയറ്റിലേക്ക് വന്ന് വയറിൽ നിന്ന് അതിൻ്റെ വായിലൂടെ പുറത്തു വന്ന് കാണുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്? പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ വയറ്റിൽ നിന്ന് വരുന്നുവെന്നല്ല, പിന്നെയോ ഹൃദയത്തിൽ നിന്ന്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യം എന്താണെന്നോ, ആ വാക്യം ഔട്ട് ഓഫ് ദ ബെല്ലി ഷാൾ ഫ്ലോ ലിവിങ് വാട്ടേഴ്സ് എന്നാണ്. ഔട്ട് ഓഫ് ദ ബെല്ലി, അടിവയറിൽ നിന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന്, കാളയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയതുപോലെ ആ വാക്ക് തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ നിന്നാണത് പുറത്തേക്ക് ഒഴുകുന്നത്.
ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തക്ക വിധത്തിൽ ദൈവം നമ്മെ ആക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. അത്യത്ഭുതകരമായ കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പുറപ്പെടുക? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പഴമൊഴിയുണ്ട്, ഒരു പഴമൊഴി ഞാൻ പറയാം, ശ്രദ്ധിക്കണമേ. ആ പഴമൊഴി എന്താണെന്ന് അറിയാമോ? ഈ കിണറിനെ പറ്റിയാണ്. ഈ കോരും കിണർ ഊറും കോരാ കിണർ നാറും എന്ന് പറയാറുണ്ട്. ഒരു കിണറിൻ്റെ അകത്ത് ഇടയ്ക്കെല്ലാം ഇറങ്ങി അതിൽ അഴുക്കെല്ലാം കോരി കളഞ്ഞില്ലെങ്കിൽ അതെല്ലാം പിന്നെ അതിൻ്റെ ഉറവ കണ്ണുകളെല്ലാം അടഞ്ഞു പോകും, ഉറവയുണ്ടാവത്തില്ല. എന്നതുപോലെ നമ്മുടെ അകം സംശുദ്ധമാക്കണം. സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ, സോളമൻ്റെ പുസ്തകമാണ് സുഭാഷിതങ്ങൾ, 4-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: നിന്റെ ഹൃദയം ജാഗരൂകമായി കാത്തു സൂക്ഷിക്കുക, എന്തെന്നാൽ അതിൽ നിന്നാണ് ജീവൻ്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുന്നത്. നമ്മൾ നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും ഒക്കെ ജാഗരൂകമായി കാത്തു സൂക്ഷിക്കാൻ ഒരുക്കമുള്ളവരാണ്, അല്ലെങ്കിൽ ചെയ്യുന്നവരാണ്. നല്ല കാര്യം, വൃത്തിയായിട്ട് നടന്നോളൂ, നല്ല കാര്യം. പക്ഷേ വേദപുസ്തകം പറയുന്നു, നിന്റെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, അതിൽ നിന്നാണ് ജീവൻ്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയമാണ് ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കേണ്ടത്. മുഖത്തേക്കാൾ ഹൃദയത്തെ എന്ന് പറഞ്ഞാൽ മാലിന്യമേൽക്കാതെ നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ വസ്ത്രങ്ങൾ നന്നായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ സാധനങ്ങൾ, വസ്തുവകളൊക്കെ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ ആത്മീയരായിട്ടുള്ള ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണമേ. നമ്മുടെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് ജീവൻ്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയമാണ് ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ വീട്ടിലെല്ലാം തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ കാണും. തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യേശുവിൻ്റെ ഹൃദയം പുറത്താണ് വെച്ചിരിക്കുന്നത്, എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുറത്ത് കാണാം, ഒരു പുരോഹിതൻ്റെ വസ്ത്രത്തിലുള്ള യേശുവിൻ്റെ ഫോട്ടോ കാണണം. യേശുവിൻ്റെ ഹൃദയം പുറത്താണ്, പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിൻ്റെ മുകളിൽ അഗ്നിജ്വാലകൾ നമുക്ക് കാണാൻ സാധിക്കും. അഗ്നിജ്വാലകൾ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? മനുഷ്യരെ പ്രതി, മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന എൻ്റെ ഹൃദയത്തെ കാണുക. പക്ഷേ ആ ഹൃദയത്തിന് ചുറ്റും മുൾമുടി. സാധാരണ നമ്മുടെ കർത്താവിൻ്റെ ശിരസിലാണ് മുൾമുടി, എന്നാൽ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയിൽ മുൾമുടി ഹൃദയത്തിലാണ്. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അശുദ്ധികളാണ് യേശുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം വാക്യം: ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും? ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും? ഉത്തരം ഞാൻ പറയാം, യേശുക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് കഴിയുമെന്ന് പറയാൻ പറ്റും. യേശുവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നമ്മുടെ ഹൃദയത്തെ കഴുകണം. അപ്പോൾ നമ്മുടെ ഹൃദയം സംശുദ്ധമാകും. എത്രമാത്രം സംശുദ്ധമാകും? ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കത്തക്ക വിധത്തിൽ സംശുദ്ധമാകണം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പിന്നെ കേൾക്കുന്നില്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ എന്ന്. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന, ശുദ്ധിയുള്ളവരിൽ സംപ്രീതനായി വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല, ദൈവത്തിന് വേറെ ഒന്നും, സഹോദരി, ദൈവത്തിന് വേറെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് നിന്റെ നേർച്ചകളോ കാഴ്ചകളോ, നിന്റെ വേറെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ കൊച്ചു ഹൃദയം. ആ കൊച്ചു ഹൃദയം സംശുദ്ധമാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള വഴികൾ യേശുക്രിസ്തു കാൽവരിയിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു കാൽവരിയിൽ അവൻ്റെ മരണം മൂലം അവൻ്റെ ശരീരം കശാപ്പുശാലയിൽ മൃഗത്തെ പോലെ കീറിമുറിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മെ സംശുദ്ധമാക്കാൻ. യേശു കുരിശു വഹിച്ച് കാൽവരിയിലേക്ക് പോകുന്നു മനസ്സിൽ കണ്ട് യേശുവിൻ്റെ കാതുകളിലൊന്ന് ചോദിച്ചു നോക്കണം, കർത്താവേ, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വലിയ ക്രൂശെടുത്ത് ഈ യാഗമായി തീർന്ന് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നിന്റെ കാതുകളിൽ യേശു പറയും, നിനക്ക് വേണ്ടി മകനെ, നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി തീർന്ന ആ യാഗപുരുഷൻ്റെ ക്രൂശിൻ ചുവട്ടിൽ നിന്ന് നിന്റെ ചങ്കിലെ ചുട് ചോര കൊണ്ട് എൻ്റെ മലിനതകളെല്ലാം കഴുകിത്തരണമേ കർത്താവ്. എൻ്റെ മാലിന്യങ്ങൾ മുഴുവനായി കഴുകിത്തരണമേ. എന്നെ ഓരോ ഇഞ്ചുമായിട്ട് നീ ശുദ്ധീകരിച്ചു തരണമേ. എൻ്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കണമേ.
ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലുണ്ടല്ലോ, പഴയ നിയമത്തിൽ വാഗ്ദാന പെട്ടകമുണ്ട്. ആ വാഗ്ദാന പെട്ടകത്തിൻ്റെ അകത്താണ് മന്ന സൂക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ 10 കൽപ്പനകൾ സൂക്ഷിച്ചിരുന്നത്. അഹ്റോൻ്റെ തളിർത്ത വടി, പ്രിയപ്പെട്ടവർ, ഇതെല്ലാം സൂക്ഷിച്ചു വെച്ച ആ വാഗ്ദാന പെട്ടകം സ്വർണം കൊണ്ട് പൊതിയണമായിരുന്നു. അകവും പുറവും സ്വർണം കൊണ്ട് പൊതിയണമായിരുന്നു. ശ്രദ്ധിക്കണമേ, അകവും പുറവും സ്വർണം കൊണ്ട് പൊതിയണമായിരുന്നു. ഇന്ന് ധാരാളം ആളുകളുടെ പുറം മാത്രമാണ് പൊതിഞ്ഞിരിക്കുന്നത് മനോഹരമായി. പുറം മാത്രമാണ് മനോഹരം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ പുറം മാത്രം ഓടി പിടിപ്പിച്ചാൽ പോരാ, നിന്റെ അകവും സംശുദ്ധമാകണം. അകവും പുറവും ദൈവ തേജസ് കൊണ്ട്, ഷെക്കീന കൊണ്ട്, ദൈവത്തിൻ്റെ കാബോധ് കൊണ്ട്, ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ട് നീ നിറയണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയിട്ടാണ് അവൻ ക്രൂശിൽ യാഗമായി തീർന്നത്. അതാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ വാക്യങ്ങളിൽ നാം കണ്ടത്, അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയിട്ടാണ്. ആത്മാവിനെ പറ്റി. പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ ആത്മാവിനെ കൈക്കൊള്ളും. അതിനുവേണ്ടി ആ കാളകളുടെ വായിൽ നിന്ന് ഈ ജീവജല നദി ഒഴുകുന്നത് പോലെ 12 അപ്പോസ്തലന്മാരിലും ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയതുപോലെ അപ്പോസ്തലന്മാരിൽ മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും, വൈദികരായിരിക്കാം, സിസ്റ്റേഴ്സായിരിക്കാം, ആത്മായ പ്രേക്ഷിതരായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, യേശുവുമായിട്ട് ബന്ധം പുലർത്തുന്ന എല്ലാവരിൽ നിന്ന് ഈ ജീവജല നദി ഒഴുകും. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഒരു സ്ത്രീയുടെ കഥ യേശു പറയുന്നുണ്ടല്ലോ, സമരിയായിലെ സ്ത്രീയുടെ കഥ. യോഹന്നാൻ 4 അതിൻ്റെ 14 വാക്യം ഒന്ന് വായിച്ചു നോക്കണം. 14 വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. ധാരാളം ദാഹങ്ങൾ മനുഷ്യനുണ്ട്. ധാരാളം ദാഹങ്ങൾ. കാണാനുള്ള ദാഹം, കേൾക്കാനുള്ള ദാഹം, രുചിക്കാനുള്ള ദാഹം, മണക്കാനുള്ള ഇങ്ങനെ ഇന്ദ്രിയപരമായ ദാഹങ്ങൾ, നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ ദാഹങ്ങൾ. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ഒപ്പം നമുക്ക് കർമ്മേന്ദ്രിയങ്ങളുണ്ട്. കൈകാലുകൾ കർമ്മം ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങളാണ്. പക്ഷേ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, യോഹന്നാൻ 4:14 പറയുന്നു, ഈ വെള്ളം കുടിച്ചാൽ, സമരിയായിലെ സ്ത്രീയോട് പറയുന്നു, ഈ വെള്ളം കുടിച്ചാൽ, ഈ ജഡികമായ അഭിലാഷങ്ങളുടെ ജലം കുടിച്ചാൽ നിനക്ക് വീണ്ടും വീണ്ടും ദാഹിക്കും, വീണ്ടും വീണ്ടും ദാഹിക്കും. മദ്യപിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും ദാഹിക്കും. ജഡിക പാപങ്ങളിൽ വീണുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും ദാഹിക്കും. ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും അത് തൃപ്തിയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, എത്ര ആസ്വദിച്ചാലും തൃപ്തിയാകത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന ജലം എന്താണത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഞാൻ നൽകുന്ന ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി തീരും. നിത്യജീവനിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ട് ഇറ്റേണൽ ലൈഫ്, അതാണ് നമ്മുടെ ലക്ഷ്യം. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കാണ് നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിന്നെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ഉറവ നിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം അനുവദിക്കും. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ ജനമേ, നമ്മുടെ ജഡികമായിട്ടുള്ള ദാഹങ്ങളിൽ നിന്ന് നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു ഔന്നത്യത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്ന ഉന്നതമായ ചിത്രം. അതുകൊണ്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാമത്തെ അധ്യായം 23-25 വാക്യത്തിൻ്റെ ആ നിഴലിൻ്റെ ഉൾപ്പൊരുളാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7:37 മുതൽ 39 വരെ വാക്യങ്ങളിൽ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഉറവ അല്ലെങ്കിൽ അരുവി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടത്തക്ക വിധത്തിൽ ദൈവം നമ്മളെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ചെറിയ കാര്യങ്ങളല്ല ദൈവം നമ്മളിന്ന് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വലിയ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കൃപാവരങ്ങൾ പുറപ്പെടും. ജീവജലത്തിൻ്റെ ഉറവ അല്ലെങ്കിൽ അരുവി നിന്നിൽ നിന്ന് ഒഴുകുന്നു പറഞ്ഞാൽ കൃപാവരങ്ങൾ നിന്നിൽ നിന്ന് ഒഴുകും. എന്തിനു വേണ്ടിയിട്ടാണ്? അനേകം വ്യക്തികളെ യേശുവിലേക്ക് വഴിതിരിക്കുന്ന ആളായിട്ട് നീ മാറണം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. എനിക്കൊരിക്കലും യേശുവിനെ അറിയാൻ ഒരു തരത്തിലും സാഹചര്യമില്ലായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം, മഹാനായ ദൈവം, കൃപാലുവായ ദൈവം പാപിയായ എന്നെ തേടി വന്നു. പുറമ്പോക്കിൽ എറിയപ്പെട്ട എന്നെ തേടി അവൻ വന്നു. അവൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് അടിയനെ തെരഞ്ഞെടുത്തത്.
തിരഞ്ഞെടുത്ത് ഏറെ വർഷക്കാലമായി ദൈവത്തിൻ്റെ ശുശ്രൂഷ വ്യാപരിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് സഭയിൽപ്പെട്ട ആളാണെങ്കിലും നിന്നെ യേശുവിന് വേണം. ഒരു മതപ്രചരണത്തിന് വേണ്ടിയിട്ടല്ല. യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ഒരു വ്യവസ്ഥാപിത മതത്തിൻ്റെ കുത്തകയല്ല. ക്രിസ്തു നിൻ്റേതാണ്, എല്ലാവരുടേതുമാണ്. നിനക്ക് അവകാശപ്പെട്ടതാണ് ഈ രക്ഷയും പ്രിയപ്പെട്ടവരെ. യേശു നിനക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചത്, നിനക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഉദ്ധാരം ചെയ്തത്. അതുകൊണ്ട് നിന്നിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉറവ നിന്നിൽ നിന്നും പുറപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രം, നീ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് അനുദപിക്കണം. നിന്റെ എല്ലാ പാപങ്ങളും തിരുസന്നിധിയിൽ ഉപേക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ എല്ലാം ഉപേക്ഷിക്കുക. ഒരു പുതിയ ജീവിതം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി. എല്ലാ പാപങ്ങളും യേശു തൻ്റെ രക്തം കൊണ്ട് കഴുകി നിന്നെ സംശുദ്ധമാക്കും, നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ ഞങ്ങൾ താണ് വീണ് കിടക്കുന്നു. കർത്താവ്, നിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ ഇരിക്കുന്ന ഞങ്ങളെ നിൻ്റെ രക്തം കൊണ്ട് കഴുകി സംശുദ്ധരാക്കണമേ. ഒരു വെള്ള കടലാസ് പോലെ ഞങ്ങളുടെ ഹൃദയം, മനസ്സ് എല്ലാം നിർമ്മലമാക്കണമേ. ഞങ്ങളെ കർത്താവിൻ്റെ ജീവജലത്തിൻ്റെ ഉറവ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുത്തക്ക വിധത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ജീവജലത്തിൻ അരുവിയേ, പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവയേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വരണമേ, എന്നിൽ നിറഞ്ഞു കവിയണമേ, എന്നിൽ വാഴണമേ, എന്നെ നിർമ്മലനാക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, എന്നിൽ